തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രേരിതമെന്ന നിലപാട് തന്നെ CPM സ്വീകരിക്കുന്നു. ഒരു ആശങ്ക കൂടി അല്ലെങ്കിൽ ഒരു നീക്കം കൂടി CPM കാണുന്നത് ഇത് വീണ വിജയനിൽ ഒതുങ്ങില്ല. കെജ്രിവാളിനെയൊക്കെ നേരത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചാണ്. അതുപോലെ പിണറായി വിജയനെയും ഈ കേസിൽ പ്രതിയേർക്കാനുള്ള നീക്കമുണ്ട് എന്ന ഒരു ആശങ്കയാണ് CPM കേന്ദ്രങ്ങളിൽ പൊതുവിലുള്ളത്. MV ഗോവിന്ദൻ ആ രീതിയിൽ തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തു. ഇത് പിണറായി എന്തുകൊണ്ട് CPMന്റെ സമുന്നത നേതാവ്, മുൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ഏതാണ്ട് 4.5 മണിക്കൂറിലേറെയായി അദ്ദേഹത്തിനെതിരെ അന്വേഷണമില്ലെങ്കിൽ പോലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലുണ്ട്. അതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്ന ശേഷം അദ്ദേഹത്തിന് പുറത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. CPMന്റെ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു. ഇവിടേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായും ഇതൊരു ആ രീതിയിലുള്ളൊരു കസ്റ്റഡിയാണ്. അതായത് ഈ ചോദ്യം അവിടുത്തെ തെളിവെടുപ്പ് അല്ലെങ്കിൽ അവിടുത്തെ തെളിവ് ശേഖരണം റെയ്ഡ് പൂർത്തിയാകുന്നവരെ ആ വീട്ടിൽ നിന്ന് ആർക്കും പുറത്തു പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ആ തരത്തിൽ ഇപ്പോൾ EDയുടെ നിർദ്ദേശപ്രകാരം മാത്രം പുറത്തിറങ്ങാൻ കഴിയുന്നൊരു സാഹചര്യത്തിലാണ്. നിലവിൽ അദ്ദേഹത്തിന്റെ അന്വേഷണമോ അദ്ദേഹം കേസിൽ പ്രതിയോ ഒന്നുമല്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന ഒരു വിലയിരുത്തലാണ് CPM കേന്ദ്രങ്ങൾക്കുള്ളത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വീണ വിജയനെതിരെ അല്ല ഈ നീക്കം. വീണ വിജയൻ മുൻ മുഖ്യമന്ത്രിയുടെ മകളാണ്, പിണറായിയുടെ മകളാണ്. അത് വീണയെ ലക്ഷ്യമിട്ടല്ല ഈ നീക്കം. ഈ പോക്ക് പിണറായി വിജയൻ എന്ന CPMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗത്തിലേക്കാണ്, മുൻ മുഖ്യമന്ത്രിയിലേക്കാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ശക്തമായ പ്രതിരോധത്തിനാണ് CPM മുന്നിട്ടിറങ്ങുന്നത്. CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവിടേക്ക് ഇതിനകം തന്നെ അവിടേക്ക് എത്തുന്നുണ്ട്. ഒരുപക്ഷെ MV ഗോവിന്ദനും അവിടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാ നേതാക്കളും അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിലേക്ക് എത്തും. അതിനകം തന്നെ അവിടെ വലിയൊരു പ്രതിഷേധം രൂപപ്പെട്ടു കഴിഞ്ഞു. ഇത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടാകും. അത് ജില്ലാ കേന്ദ്രങ്ങളിൽ, ബ്രാഞ്ച് തലങ്ങളിലൊക്കെയുള്ള പ്രതിഷേധങ്ങളിലേക്ക് CPM കടക്കുകയാണ്. ഏത് സാഹചര്യവും CPM പ്രതീക്ഷിക്കുന്നുണ്ട്. അത് വീണ വിജയന്റെ ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി മാത്രമല്ല, പിണറായി വിജയനിലേക്ക് കൂടി നീണ്ടുപോയേക്കാവുന്ന ഒരു നീക്കമായാണ് CPM ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഇത്ര ശക്തമായ പ്രതിരോധം അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്നുകൊണ്ട് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് CPM പോകുന്നത്. കേന്ദ്ര ഏജൻസികൾ അവിടെ കോൺഗ്രസിനെ കൂടി കുറ്റപ്പെടുത്തുന്നു CPM. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്നലെ മോദിയെ കണ്ടു VD സതീശൻ, ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ VD സതീശൻ കാണുന്നുണ്ട്. ആ സാഹചര്യത്തിൽ അങ്ങനെ അവരുടെ കൂടി അറിവോടുള്ള നീക്കം, നേരത്തെ രമേശ് ചെന്നിത്തലയൊക്കെ ആ സാധ്യതകൾ തള്ളിക്കളയുന്നു. ഒന്നും സംസ്ഥാന സർക്കാരോ പോലീസോ അറിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ CPM സംശയിക്കുന്നത് ഇത് കോൺഗ്രസിന്റെ കൂടി ഒരു നീക്കമായാണ്. അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു രാഷ്ട്രീയ ആരോപണം ഇതിനകം ഉന്നയിക്കുകയാണ്. മുഖ്യമന്ത്രി മോഡിയെ കണ്ടതിന് പിന്നാലെ പിണറായിയുടെ വസതിയിലേക്ക്, അദ്ദേഹത്തിന്റെ വാടക വീട്ടിലേക്കും അദ്ദേഹത്തിന്റെ പിണറായിയുടെ വീട്ടിലേക്കും ഒക്കെ ED എത്തുന്നത് തികച്ചും യാദൃച്ഛികമല്ല. അതിൽ അസ്വാഭാവികതയുണ്ട് എന്ന് CPM കരുതുകയാണ്. അതുകൊണ്ടാണ് അതിശക്തമായ പ്രക്ഷോഭത്തിന്, പ്രതിഷേധത്തിന്, നിയമപരമായും രാഷ്ട്രീയമായും പോരാട്ടത്തിന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആഹ്വാനം ചെയ്യുന്നത്. അഭിലാഷ്, വലിയ പ്രതിഷേധവും വലിയ പ്രതിരോധവുമാണ് CPIM തീർക്കുന്നത്. കാരണം മുൻ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൽ 10 കൊല്ലം തുടർച്ചയായി മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ വസതിയിൽ ആണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. രാവിലെ 6 മണിക്ക് ആരംഭിച്ച പരിശോധനയാണ്. ഇപ്പോഴിതാ 5 മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഈ വീട്ടിൽ നിന്ന് ആളുകൾക്ക് പുറത്തേക്ക് പോകാനോ വീട്ടിലേക്ക് കയറുവാനോ ഒന്നും സാധിക്കുന്നില്ല. പുറത്ത് വലിയ പ്രതിഷേധങ്ങൾ ഇരമ്പുന്നുണ്ട്. ED ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം മുഴക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്രസേനയടക്കം വിന്യസിച്ചുകൊണ്ട് ED കൃത്യമായി ആ പരിശോധനകൾ നടത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഈ ജീവനക്കാരെ അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ ജീവനക്കാരെ, അവിടുത്തെ മറ്റ് ആളുകളെ, കുടുംബാംഗങ്ങളെ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുന്നുണ്ടോ? ഇതിലൊക്കെ ഒരല്പം കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ EDയുടെ ഭാഗത്ത് നിന്ന് ഒരു ഔദ്യോഗികമായ വാർത്താക്കുറിപ്പ് മാത്രമാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. അതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന നടക്കുന്നുണ്ട്. അതിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകളും ഇപ്പോൾ പരിശോധനയിലാണ് എന്ന തരത്തിലുള്ള ഒരു വാർത്താക്കുറിപ്പ് മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. CMRL എന്ന കമ്പനി പലതരത്തിലായി നികുതി വെട്ടിക്കുകയും കള്ളപ്പണം വെളുപ്പിക്കുകയും ചെയ്തത് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായുള്ള പരിശോധനയാണ് നടക്കുന്നത് എന്നതുകൂടിയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോഴിതാ വ്യാപകമായ പ്രതിഷേധം CPMന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. സംസ്ഥാനത്തുടനീളം പ്രതിഷേധമുണ്ടാകുന്നു. എവിടെയൊക്കെയാണോ ED റെയ്ഡ് നടത്തുന്നത് അവിടെയെല്ലാം CPMന്റെ പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്, മുദ്രാവാക്യം മുഴക്കുന്നുണ്ട്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും EDയുടെ പരിശോധന
അവിടെ തുടരുക തന്നെയാണ്. നേരത്തെ ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെയുള്ളവർ ആ വീട്ടിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചുവെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ തടയുകയാണ് ചെയ്തത്. തീർച്ചയായും കേന്ദ്ര ഏജൻസിയാണ് പരിശോധന നടത്തുന്നത്. അവിടെ പ്രതിഷേധങ്ങൾക്ക് അപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് നീക്കങ്ങൾക്ക് പാർട്ടി പ്രവർത്തകർ തയ്യാറാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുമില്ല. പക്ഷേ രാഷ്ട്രീയമായി ഈ വിഷയത്തെ ആയുധമാക്കി മാറ്റുകയാണ് CPIM എന്നുള്ളതാണ്. ഇവിടെ ഇതാ മുഖ്യമന്ത്രിയുടെ മകൾ ആണ് സംശയ നിഴലിൽ ഉള്ളത്. മുഖ്യമന്ത്രിയുടെ മകൾ കൂടിയായിട്ടുള്ള വീണ വിജയന് 2017 മുതൽ എന്തിന് പ്രതിമാസം 5 ലക്ഷം രൂപ വീതം CMRL എന്ന കമ്പനി നൽകി? എന്ത് സേവനമാണ്? കൺസൾട്ടൻസി, IT കൺസൾട്ടൻസി എന്ന നിലയിൽ എന്ത് സേവനമാണ് വീണ വിജയൻ വ്യക്തിപരമായി നൽകിക്കൊണ്ടിരുന്നത്? അതോടൊപ്പം തന്നെ വീണ വിജയന്റെ കമ്പനിക്ക് 3 ലക്ഷം രൂപ, എക്സാലോജിക്കിന് 1.17 കോടി രൂപയാണ് ഈ കാലയളവിൽ വീണ വിജയന്റെ കമ്പനിക്ക് നൽകിയത്. 55 ലക്ഷം രൂപയാണ് വീണ വിജയനും നൽകിയത്. ഇത് എന്തിനായിരുന്നു എന്നുള്ളതാണ് ആദായ നികുതി വകുപ്പിന്റെ ചോദ്യം. ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ എന്നത് CMRL എന്ന കമ്പനി 2013 മുതൽ കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തി, ചെലവുകൾ പെരുപ്പിച്ചു കാണിച്ചു, അനാവശ്യമായി തുക നൽകിയതായുള്ള കണക്കുകൾ കെട്ടിച്ചമച്ചു, ചിലർക്ക് അനാവശ്യമായി തുക നൽകി. ഇങ്ങനെയുള്ള കണ്ടെത്തലിനെ തുടർന്ന് തർക്ക പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള സമിതിയാണ് ഈ വെട്ടിപ്പ് കണ്ടെത്തിയത്. അതേ തുടർന്നാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ എത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് ഈ മാസപ്പടി കേസ് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തുന്നത്. ആ മാസപ്പടി കേസിൽ ആണ് മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. അവിടെ ഇതാ ഈ CPIM പറയുന്നത് പോലെ മാത്യു കുഴൽനാടൻ കോടതിയിൽ പോയപ്പോൾ മാത്യു കുഴൽനാടന് തിരിച്ചടിയാണ് ഉണ്ടായതെങ്കിൽ EDക്ക് അനുകൂലമാകുന്ന വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ED ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് CPIM തന്നെ കോടതിയെ ചൂണ്ടിക്കാണിച്ച് പ്രതിരോധം തീർക്കുമ്പോൾ അതേ കോടതി ഉത്തരവ് നേടിക്കൊണ്ട് തന്നെയാണ് ED ഈ വിഷയത്തിൽ അന്വേഷണം തുടരുകയും ചെയ്യുന്നത്. എന്തുകൊണ്ട് CMRLന്റെ വാദങ്ങൾ അല്ലെങ്കിൽ എക്സാലോജിക്കിന്റെ വാദങ്ങൾ ഹൈക്കോടതി പ്രാഥമികമായി ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത്, അതിന് നിയമപരമായ ഒരു മറുപടി ചോദിക്കുമ്പോഴെല്ലാം അത് വീണ വിജയന്റെ വിഷയം എന്നുള്ളതാണ്. ആ നിലയിൽ ആണ് ഇപ്പോൾ CPIM ഈ ചോദ്യങ്ങളെ അതിജീവിക്കുന്നത്. അതിനപ്പുറത്ത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. കോൺഗ്രസും BJPയും ചേർന്നുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ വേട്ടയാടലാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഡാൻ ചേരുന്നുണ്ട്. ഡാൻ, ഇപ്പോഴും കൂടുതൽ പ്രതിഷേധക്കാർ ഈ തിരുവനന്തപുരത്തെ വാടക വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? മന്ത്രി V ശിവൻകുട്ടി, അതോടൊപ്പം V ജോയി ഉൾപ്പെടെയുള്ള CPIMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പിണറായി വിജയൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബേക്കർ ജംഗ്ഷനിലുള്ള അദ്ദേഹത്തിന്റെ വാടക വീടിന് മുന്നിലേക്ക് എത്തിയതോടെയാണ് നാടകീയമായ പ്രതിഷേധങ്ങൾക്ക് ഈ പരിസരം വേദിയാകുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് അവർക്ക് പിന്നാലെ കൂട്ടമായി പ്രവർത്തകർ എത്തുകയായിരുന്നു. ഒരു അരമണിക്കൂർ മുമ്പാണ് അവർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധം ആരംഭിച്ചത്. ED ഗോപാല മുദ്രാവാക്യം വിളികളുമായാണ് CPIM നേതാക്കളും പ്രവർത്തകരും ഒരുമിച്ചിരുന്ന് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ നേതാക്കൾ കൂടി ഇവിടേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. MP കൂടുതൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ കൂടി ഇപ്പോൾ ഈ വീടിന്റെ പരിസരത്തേക്ക് എത്തുകയാണ്. വീടിന്റെ കവാടം ഗേറ്റ് അടച്ച് അവിടെ സായുധരായ ഉദ്യോഗസ്ഥർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.